നമ്മളെ ആൾക്കാരെ കണ്ടുമുട്ടി സംസാരിച്ച് കുറേ അടുത്ത് കഴിഞ്ഞാൽ പോലും ആൾക്കാരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നതനയേലിനോട് വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് കണ്ട ഫസ്റ്റ് മൊമെന്റിൽ കർത്താവ് എന്താ പറഞ്ഞത്, സാക്ഷാൽ ഇസ്രായേലിൻ, നീ അവൻ്റെ ക്യാരക്ടർ കർത്താവ് പറഞ്ഞു അല്ലേ. ക്യാരക്ടർ പറയാൻ മാത്രമല്ല, എവിടെ ഇരുന്നു, നീ എവിടെയായിരുന്നു, നിന്റെ പ്രാർത്ഥന എന്തായിരുന്നു, കർത്താവ് ആ ഒരു മൊമെന്റ്, പേഴ്സണൽ മൊമെന്റും കൂടെ പറഞ്ഞു കൊടുത്തു അല്ലേ. ഹായ് ഓൾ, വെൽക്കം ടു വേർഡ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ഇന്ന് ദൈവനോട് സംസാരിച്ച ചെറിയ തോട്ടാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നത്തനിയേൽ എന്ന് പറയുന്ന വ്യക്തി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സോ പുള്ളി ആദ്യമേ ദൈവത്തെക്കുറിച്ച് പറയുമ്പം എന്താ എടുത്ത വായി ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ. ഹി വാസ് എ ട്രൂത്ത് സീക്കർ അല്ലേ. അവന് എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്. സോ ഹി വാസ് ലീസ് എക്സ്പെക്ടിങ് ഇറ്റ് ഫ്രം നസ്രേത്ത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് തന്നെ ആണോ എന്നറിയത്തില്ല. അപ്പം എന്താ പറഞ്ഞത്, വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ അവൻ ചെന്നു. ഹീ സീറ്റ് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ട്രൂത്ത് എന്താണെന്നുള്ളത് അവൻ പോയി കാണാൻ ശ്രമിച്ചു അല്ലേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ദ മൊമെന്റ് വെൻ ജീസസ് സോ ഹിം, ദിസ് വാസ് എ കോൺവെർസേഷൻ. ഇത് എപ്പോഴാണ്, ജോൺ ഫസ്റ്റിലാണ്. സോ ആ ഫസ്റ്റ് അധ്യായത്തിൽ കർത്താവിനെ കണ്ട് മനസ്സിലാക്കിയ ലാസ്റ്റ് അധ്യായം, ദാറ്റ് സ്ട്രൈക്ക് മീ റിയലി എന്താ പറയുക, ഹാർഡായിട്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ജോൺ 21 ടുവേർഡ്സ് ദി എൻഡ്, മൂന്നാമത്തെ പ്രത്യക്ഷത ആരുടെ മുൻപിലാണ്, അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നത്തനയേലും ഉണ്ടെന്ന്. സോ ഐ വാസ് ലൈക്ക്, അതൊരു കോൺസ്റ്റന്റ് ഇതായിരുന്നു, ജേർണി ആയിരുന്നു അല്ലേ. വൺസ് ഹി സോ ദ ട്രൂത്ത്, ഹി ഡിഡ്ന്റ് ഗോ ബാക്ക്, ഹി വെന്റ് വിത്ത് ജീസസ്. ദൈവത്തോടൊപ്പം നടന്നു. എന്തെല്ലാം വന്നാലും ഏത് കാര്യത്തിലായാലും അത് ദൈവത്തോടൊപ്പം നടന്ന് ലാസ്റ്റ് മൂന്നാമത്തെ പ്രത്യക്ഷതയിലും കാണും. അപ്പം എന്താണ് ഫസ്റ്റിൽ എന്താണ് നത്തനയേലിനോട് പറഞ്ഞത്, നീ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടാണോ വിശ്വസിച്ചത്, എങ്കിൽ ഇതിലും വലുത് നീ കാണും എന്ന് പറഞ്ഞത് ആ ലാസ്റ്റ് അധ്യായത്തിൽ തേർഡ് ടൈം പ്രത്യക്ഷപ്പെട്ടത് ആരുടെ മുൻപിലും കൂടെയാണ്, നത്തനയേലിൻ്റെ മുൻപിൽ കൂടെയാണ്. സോ വൺസ് യു നോ ദ ട്രൂത്ത്, ബി കോൺസ്റ്റന്റ്. അത് ആ കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ട് കർത്താവിനൊപ്പം നടന്നു കഴിഞ്ഞാൽ ഗോഡ് വിൽ ഷോ യു ദ മിറക്കൽ. നീ ആദ്യം വിചാരിക്കും, നീ ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്ത സ്ഥലത്തുനിന്ന് നിനക്ക് നന്മ വരികയും ചെയ്യും. ആ നന്മയെ നീ നിന്റെ കണ്ണാൽ കാണുകയും ചെയ്യും അല്ലേ. നീ ഇതിലും വലുത് കാണുമെന്ന് കർത്താവ് പറഞ്ഞത്, ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രിവിലേജ് ടു സീ. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു ആഫ്റ്റർ ഹിസ് ഡെത്ത്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മൂന്നാമത്തെ വട്ടം ആറ് മുൻപിലാണ്, നത്തനയേലിന്റെ മുൻപിലാണ് പ്രത്യക്ഷപ്പെട്ടത്. സോ ബി കോൺസ്റ്റന്റ് വൺസ് യു നോ ദ ട്രൂത്ത്.